യേശുമിശിഹായിയെ സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, തോറ്റിട്ടും ജയിച്ച പോലെ തോന്നിയ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ജൂൺ 14 ഹൂസ്റ്റണിലെ ഒരു സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു കാഴ്ച അരങ്ങേറി. 1,60,000 മാത്രം ജനസംഖ്യയുള്ള ഒരു കൊച്ചു ദ്വീപുരാശി ക്യൂരസാവോ. 83 ദശലക്ഷം ജനങ്ങളുള്ള 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയുടെ മുന്നിൽ 6 മിനിറ്റിനകം ജർമ്മനി ആദ്യ ഗോൾ നേടി. കളി കഴിഞ്ഞപ്പോൾ സ്കോർ 7-1. ക്യൂരസാവോ പൂർണ്ണമായും തകർന്നടിഞ്ഞു. പക്ഷേ ആ ഒരു ഗോൾ, ലിവാനോ കൊമൻസിയ ആ പന്ത് വലയെത്തിച്ച ആ ഒരു നിമിഷം ആ ടീമിൻ്റെ കളിക്കാരും കാണികളും ലോകകപ്പ് ജയിച്ചതുപോലെ ആഹ്ലാദിച്ചു. 78 വയസ്സുള്ള പരിശീലകൻ ഡിക് അഡ്വാക്കാൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. 7 ഗോളുകൾ വാങ്ങിയിട്ടും ആ ഒരു ഗോളിൻ്റെ വെളിച്ചം ആ തോൽവിയുടെ ഇരുട്ടിനെ കീഴടക്കിയില്ലേ? അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഗ്യാലറിയിലെ മുഴുവൻ ശബ്ദവും അവരെ ഭയപ്പെടുത്തുവാൻ മതിയായതായിരുന്നു. എന്നാൽ ആ ബഹളങ്ങൾക്കിടയിൽ അവർ അന്വേഷിച്ചത് ഒരേ ഒരു ശബ്ദമാണ്, അവരെ വിശ്വസിച്ച് കളത്തിലിറക്കിയ പരിശീലകന്റെ ശബ്ദം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും തന്റെ ശിഷ്യന്മാരെ നോക്കി ഇതിന് സമാനമായ ഒരു കാര്യം പറയുന്നുണ്ട്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മത്തായി 10:16. ഈ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിരായുധരായ ദുർബലരായ 12 മനുഷ്യർ, മുന്നിൽ ഒരു സാമ്രാജ്യം മുഴുവൻ. മാനുഷികമായി നോക്കിയാൽ ഇതൊരു ആത്മഹത്യപരമായ ദൗത്യമാണ്. എന്നിട്ടും ഈശോ ഇവിടെ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു, ഭയപ്പെടേണ്ട. ഈശോ അവരോട് ആയുധമെടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പകരം അവൻ പറയുന്നു, പാമ്പിനെ പോലെ വിവേകമുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുക. കാരണം അവരുടെ ശക്തി അവരുടെ കരങ്ങളിലല്ല, അവരെ അയച്ച ഇടയനിലാണ്. ഇതേ ചിത്രം ഇന്നത്തെ എല്ലാ വായനകളിലും നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകത്തിൽ മോശ, വാക്ചാതുര്യമില്ലാത്ത സ്വയം അപരാധനെന്ന് കരുതിയ ഒരാൾ, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നിൻ്റെ തലവനായ ഫറവോയുടെ മുന്നിൽ ദൈവം അവനെ നിർത്തുന്നു. ജെറമ്യ പ്രവാചകൻ പറയുന്നു, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. സ്വന്തം നാട്ടുകാർ തന്നെ പ്രവാചകനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അവർ തകരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ചരിത്രം എഴുതപ്പെടുന്നത് ശക്തന്മാരെ കൊണ്ടല്ല, വിശ്വസ്തരെ കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്, എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എത്ര മനോഹരമായ ഉപമ! നാം സ്വർണ്ണപാത്രങ്ങളല്ല, മൺപാത്രങ്ങളാണ്. വിള്ളൽ വരാം, പൊട്ടിപ്പോയേക്കാം, പക്ഷേ അതിനുള്ളിൽ ക്രിസ്തു എന്ന നിധിയുണ്ട്. ജാപ്പനീസ് കലയിൽ കിൻസുഗി എന്നൊരു രീതിയുണ്ട്. പൊട്ടിയ പാത്രങ്ങളെ സ്വർണം കൊണ്ട് കൂട്ടിച്ചേർക്കും, അപ്പോൾ അത് മുമ്പത്തേതിനേക്കാൾ മനോഹരമാകും. ദൈവം അങ്ങനെ തന്നെയാണ്. അവിടുന്ന് നമ്മുടെ പൊട്ടലുകൾ മറയ്ക്കുന്നില്ല, അവയെ കൃപ കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. വളരെ ഫേമസ് ആയ ഒരു കൊട്ടേഷനുണ്ട്, ഷിപ്സ് ആർ സേഫ് ഇൻ ദ ഹാർബർ ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഷിപ്സ് ആർ ബിൽറ്റ് ഫോർ. കപ്പലുകൾ തുറമുഖത്ത് സുരക്ഷിതമാണ്, പക്ഷേ അവ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടവയല്ല. ക്രിസ്തീയ ജീവിതവും അതുപോലെ തന്നെയാണ്. സുരക്ഷിതമായി ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, സാക്ഷികളാകാനാണ് നമ്മുടെ വിളി. ലോകപ്രശസ്ത സാഹിത്യകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോബൽ സമ്മാനാർഹമായ നോവലാണ് കിഴവനും കടലും, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. 84 ദിവസമായി കടലിൽ പോയിട്ടും ഒരു മീനെ പോലും കിട്ടാതെ സാന്റിയാഗോ എന്ന വൃദ്ധൻ 85-ാം ദിവസം ഒരു കൂറ്റൻ മത്സ്യത്തെ ചൂണ്ടയിൽ കുരുക്കുന്നു. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആ മത്സ്യത്തെ തന്റെ ചെറിയ വള്ളത്തോട് ചേർത്ത് കെട്ടി അവൻ വിജയശ്രീ ലാളിതനായി കരയിലേക്ക് തുഴയുകയാണ്. എന്നാൽ അപ്പോഴാണ് കടലിലെ ചെന്നായ്ക്കളെ പോലെ സ്രാവുകൾ ആ മത്സ്യത്തിന്റെ രക്തഗന്ധമറിഞ്ഞ് കൂട്ടത്തോടെ വരുന്നത്. തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വെച്ച് ആ വൃദ്ധൻ സ്രാവുകളോട് പൊരുതുന്നുണ്ട്. ചോരയൊലിക്കുന്ന കൈകളുമായി തളർന്നുപോയ ആ വൃദ്ധൻ ഒരു ഘട്ടത്തിൽ തൻ്റെ വള്ളത്തിലിരുന്ന് പറയുന്നുണ്ട്, മനുഷ്യൻ പരാജയപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അവനെ തോൽപ്പിക്കാനാവില്ല. ഹെമിംഗ്വേ ആ നോവലിലൂടെ പറഞ്ഞു വെച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തനാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ,
നാമും ജീവിക്കുന്നത് ചെന്നായ്ക്കളുടെ ലോകത്തായിരിക്കാം. ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും നാം ചെന്നായ്ക്കൾക്ക് നടുവിലെ കുഞ്ഞാടുകളെ പോലെ ഒറ്റപ്പെട്ടേക്കാം, നീതി നിഷേധിക്കപ്പെട്ടേക്കാം. നമ്മുടെ ശരീരം, മനസ്സ്, സ്വപ്നങ്ങൾ എല്ലാം പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന മൺപാത്രങ്ങൾ പോലെ ദുർബലമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് ക്രിസ്തു എന്ന വലിയ നിധിയാണ്. ആ നിധിയുടെ ശോഭ പുറത്തു വരണമെങ്കിൽ ഈ മൺപാത്രങ്ങൾക്ക് ചില വിള്ളലുകൾ അത്യാവശ്യമാണ്. അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം ഓർമ്മ വരുന്നു. അവൻ ശക്തനായ ഒരു യോദ്ധാവായല്ല ലോകത്തെ മാറ്റിയത്. ദാരിദ്ര്യത്തെ സ്വന്തം മണവാട്ടിയായി പുലുകി ഒരു എളിയ സഹോദരനായിട്ടാണ്. അവൻ്റെ കയ്യിൽ ലോകത്തിൻ്റെ അധികാരങ്ങൾ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു എന്ന നിധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇറ്റലിയിലെ ഒരു ചെറിയ പട്ടണമായ അസീസിൽ നിന്ന് ഉയർന്ന വെളിച്ചം ഇന്നും ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും മൺപാത്രങ്ങളാണ്. നമ്മുടെ ശരീരങ്ങൾ ദുർബലമാണ്. നമ്മുടെ വിശ്വാസം പലപ്പോഴും ആടി ഉലയുന്നു. നമ്മുടെ ജീവിതവും ഉടഞ്ഞ കഷ്ണങ്ങൾ പോലെ തോന്നിയേക്കാം. എന്നാൽ ഇന്ന് ദൈവവചനം നമ്മോട് പറയുന്നു, നിങ്ങളുടെ പാത്രത്തിൻ്റെ വിലയിലല്ല, അതിൽ ഞാൻ വെച്ച നിധിയിലാണ് പ്രാധാന്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ജീവിക്കേണ്ടി വന്നാലും ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നിടത്തോളം നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. ചെന്നായ്ക്കളുടെ നടുവിൽ ആടായി ജീവിക്കുക ബലഹീനതയല്ല. ചെന്നായിയാകാൻ 100 കാരണങ്ങളുണ്ടായിട്ടും ആടായി തുടരുന്നതാണ് വിശുദ്ധി.